ഊറ്റിയിട്ട് പല്ലിയൊക്കെ നമുക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് കളർ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിപ്പം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നമ്മളത് റിമൂവ് ചെയ്യാതിരിക്കുന്നതും പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ടും അതുപോലെ സ്മോക്കിംഗ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ലിപ്പ് ഇങ്ങനെ ഡാർക്ക് ആവുന്നതും പിഗ്മെൻറ്റേഷനൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഇതുപോലെയൊക്കെ ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പരമാവധി ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ബോയ്സിനും ഗേൾസിനും യൂസ്ഫുൾ ആയിട്ടുള്ള 2 റെമഡീസ് ആണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിത് ഇവിടെ പാക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബീട്രൂട്ട് വേണം. അത് നമ്മൾ ബീട്രൂട്ട് അത് മിക്സിയിലിട്ടോ അല്ലാതെയൊക്കെയോ അതിൻ്റെ ചാറെടുക്കണം. നമ്മൾ ബീട്രൂട്ടിൻ്റെ ചാറെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ആഡ് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ ഒപ്പം പിന്നെ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലോ കോക്കനട്ട് ഓയിലോ ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ചുണ്ടിൽ തേച്ച് കൊടുത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യണം. ആ പഞ്ചസാര കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് റബ്ബ് ചെയ്യുക. 3-2 മിനിറ്റ് റബ്ബ് ചെയ്തെടുക്കുക. അത് ഇടുമ്പോൾ തന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലെയാണ്, ലിപ്സ്റ്റിക് മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. റബ്ബ് ചെയ്ത് കുറേ നേരം ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും. നമ്മൾ ആദ്യമേ നമ്മുടെ ലിപ്പിൽ ചെയ്യുന്നതും പകുതി ആകുമ്പോഴും ഉള്ള ആ ഒരു ചേഞ്ച് നമുക്ക് അപ്പം തന്നെ അറിയാനായിട്ട് പറ്റുന്നതാണ്. ഊറ്റിയിട്ട് പല്ലിയൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ലിപ്പ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതേ അല്ല, നല്ല സോഫ്റ്റ് ആവും. ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കുറേ ആയി. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇതൊക്കെ. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആകും ലിപ്സ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. കണ്ടിന്യൂസ് ഇട്ടാലേ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീക്ക്ലി ടോയ്സ് ഇട്ട് കൊടുത്താൽ മതി. ഈ 2 പാക്ക്, ഞാൻ ഇന്ന് പറഞ്ഞ 2 പാക്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ലിപ് ബാമും ഇട്ട് കൊടുക്കണം. നൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശേഷം ലിപ് ബാം ഇട്ട് കൊടുത്തിട്ട് ഉറങ്ങുന്നത് നല്ലത്. രണ്ടാമത്തെ റെമഡി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ടർമറിക്കും അതുപോലെ ഹണിയും പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും കൂടെ വെച്ചിട്ടുള്ള റെമഡിയാണ്. ഇത് 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് നമ്മുടെ ലിപ്പിൽ നിന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് നേരം വെച്ചതിന് ശേഷം വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ടർമറിക് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് ലിപ്സൊക്കെ കുറച്ചൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ യൂസിൽ നമ്മുടെ ലിപ്പ് ഇതുപോലെ ആവില്ല. കണ്ടിന്യൂസ് ആക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ 2 പാക്ക് എന്തായാലും ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 2 പാക്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്ത് നോക്കണം. എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.